പുതിയ UDF സർക്കാർ അധികാരമേറ്റ സാഹചര്യത്തിൽ ദേശീയപാത 85ന്റെ ഭാഗമായ നേരിമംഗലം വനമേഖലയിലെ നിർമ്മാണ പ്രതിസന്ധി പരിഹരിക്കുന്ന കാര്യത്തിൽ വൈകാതെ തീരുമാനം കൈക്കൊള്ളണമെന്ന ആവശ്യവുമായി ദേശീയപാത സംരക്ഷണ സമിതി രംഗത്ത്. വനമേഖലയിൽ റോഡിന്റെ റീടാറിംഗ് നടത്തിയെങ്കിലും വീതി വർദ്ധിപ്പിക്കുന്നതുൾപ്പെടെയുള്ള ജോലികൾ നിലച്ചിട്ട് മാസങ്ങൾ പിന്നിടുകയാണ്. UDF സർക്കാർ അധികാരത്തിലെത്തിയാൽ നേരിമംഗലം വനമേഖലയിലെ നിർമ്മാണ പ്രതിസന്ധി പരിഹരിക്കുമെന്ന പ്രഖ്യാപനം മുമ്പ് UDF നേതാക്കളുടെ ഭാഗത്തുനിന്നുണ്ടായിരുന്നു. ദേശീയപാത 85ന്റെ ഭാഗമായ നേരിമംഗലം വനമേഖലയിൽ നവീകരണ ജോലികൾ തടസ്സപ്പെട്ടിട്ട് മാസങ്ങൾ പിന്നിടുകയാണ്. ദേശീയപാതയുടെ മറ്റിടങ്ങളിൽ ജോലി തകൃതിയായി നടക്കുമ്പോഴും നേരിമംഗലം മേഖലയിൽ തടസ്സപ്പെട്ടിരിക്കുന്ന ജോലികൾ ഇനിയും പുനരാരംഭിക്കുവാൻ കഴിഞ്ഞിട്ടില്ല. വനമേഖലയിൽ റോഡിന് വീതി വർദ്ധിപ്പിക്കുന്നതിനും സുരക്ഷാ ഭിത്തികൾ നിർമ്മിക്കുന്നതിനുമായി കരാർ കമ്പനി പണികൾ ആരംഭിച്ചിരുന്നു. ഈ ഘട്ടത്തിലായിരുന്നു നിർമ്മാണ ജോലികൾ നിയമക്കുരുക്കിലേക്ക് പോയി തടസ്സപ്പെട്ടത്. നിർമ്മാണ പ്രതിസന്ധി പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് പിന്നീടുണ്ടായ ജനകീയ പ്രതിഷേധങ്ങളടക്കം UDFന്റെ പിന്തുണ ലഭിച്ചിരുന്നു. UDF സർക്കാർ അധികാരത്തിലെത്തിയാൽ നേരിമംഗലം വനമേഖലയിലെ നിർമ്മാണ പ്രതിസന്ധി പരിഹരിക്കുമെന്ന പ്രഖ്യാപനം UDF നേതാക്കളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവുകയും ചെയ്തു. ഈ സാഹചര്യത്തിൽ കൂടിയാണ് പുതിയതായി അധികാരമേറ്റ UDF സർക്കാർ നേരിമംഗലം വനമേഖലയിലെ നിർമ്മാണ പ്രതിസന്ധി പരിഹരിക്കുന്ന കാര്യത്തിൽ വൈകാതെ തീരുമാനം കൈക്കൊള്ളുമെന്ന ആവശ്യം ദേശീയപാത സംരക്ഷണ സമിതി മുന്നോട്ട് വെച്ചിട്ടുള്ളത്. ഇത് വളരെ അപകടകരമായ കാര്യമാണ്. അതുപോലെ തന്നെയാണ് മരങ്ങൾ വീഴാറായി നിൽക്കുന്ന മരങ്ങൾ മുറിച്ചു മാറ്റിക്കൊണ്ട് റോഡ് വികസനം പൂർത്തിയാക്കണം എന്നാവശ്യപ്പെട്ടിട്ട് ഈ മഴ വരുന്ന കാലഘട്ടത്തിൽ പോലും നടപ്പിലാക്കാൻ കഴിഞ്ഞിട്ടില്ല. അപ്പോൾ വളരെ ശാസ്ത്രീയമായി ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ട് നടപ്പിലാക്കാത്ത ഒരു ഗവൺമെന്റ് മാറി അത്തരം കാര്യങ്ങൾ നടപ്പിലാക്കുമെന്ന് വാഗ്ദാനം ചെയ്തൊരു ഗവൺമെന്റ് നിലവിൽ വന്നിരിക്കുകയാണ്. അതുകൊണ്ട് മുഖ്യമന്ത്രി ശ്രീ VD സതീശൻ നമ്മുടെ നാട്ടിലെത്തിയപ്പോൾ നടത്തിയ പ്രതിപക്ഷ നേതാവായിരിക്കെ നടത്തിയ പ്രഖ്യാപനങ്ങൾ അത് നടപ്പിലാക്കണം. ഉടനടി ആ റോഡിന്റെ വർക്ക് ഉടനടി ആരംഭിക്കാനുള്ള ഉത്തരവ് കൊടുക്കണം. അതിന് വേറെ യാതൊന്നും ആവശ്യമില്ല. ചീഫ് സെക്രട്ടറി ഒരു ഉത്തരവിട്ടാൽ നടക്കാവുന്ന കാര്യം മാത്രമാണ്. കോടതിയുടെ അനുമതി പോലും ഉള്ളതാണ്. റോഡിൽ കുണ്ടും കുഴിയും നിറയുകയും ജനകീയ പ്രതിഷേധം ഉയരുകയും ചെയ്തതോടെ മാസങ്ങൾക്ക് മുമ്പ് നേരിമംഗലം മുതൽ വാളറ വരെയുള്ള ഭാഗത്ത് റീടാറിംഗ് ജോലികൾ നടത്തിയിരുന്നു. എന്നാൽ വീതി കൂട്ടിയുള്ള മറ്റ് നിർമ്മാണ ജോലികൾക്ക് സാഹചര്യം ഒരുങ്ങിയിട്ടില്ല. മഴക്കാലങ്ങളിൽ പാതയോരത്തു നിന്നും മരങ്ങൾ കടപുഴകി റോഡിലേക്ക് പതിച്ചുള്ള ഗതാഗത തടസ്സം പതിവാണ്. നിലവിലെ സ്ഥിതി തുടർന്നാൽ ഈ മഴക്കാലത്തും സമാന സാഹചര്യം ഉണ്ടാകും. റീടാറിംഗ് നടത്തിയതുകൊണ്ട് മാത്രം വനമേഖലയിലെ ഗതാഗത കുരുക്കിന് പരിഹാരം കാണാനോ അപകട സാധ്യത കുറയ്ക്കുവാനോ കഴിയില്ല. അതിനായി റോഡിന്റെ വീതി വർദ്ധിപ്പിക്കുകയും സുരക്ഷാ ഭിത്തികൾ നിർമ്മിക്കുകയും തന്നെ വേണം. സിറ്റി വിഷൻ, അടിമാലി.